യഥാർത്ഥ പ്രേതാനുഭവങ്ങൾ കേൾക്കുന്നതിന് ഹൊറർ മല്ലു എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് എബിൻ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഇനി 4 മാസം വെറുതെ ഇരിക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കസിനായ വൈശാഖിൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു കോൾ വരുന്നത്. അവൻ്റെ ചേട്ടനൊരു കാർപ്പൻ്ററാണ്. അപ്പം ചേട്ടന് പാലക്കാട് ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതിന് അത്യാവശ്യം വലിയ വർക്കാണ്. അപ്പോൾ കൂടെ ഒരു 2 പേരും കൂടി കൂടുതൽ വേണം. അതിനായിട്ടാണ് അവൻ എന്നെ വിളിക്കുന്നത്. കേട്ട പാടി കേൾക്കാത്ത പാതി ഞാൻ അവൻ്റെ കൂടെ ചാടി ഇറങ്ങി. പാലക്കാടാണല്ലോ, പോരാത്തതിന് കസിൻസും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമെന്നുള്ള മൈൻഡിൽ ഞാനും അവൻ്റെ കൂടെ പോക്കറ്റ് മണിക്കുള്ള കാശും കിട്ടും. +1 കയറുമ്പോഴത്തേക്കും തുടക്ക സമയത്ത് അടിച്ചു പൊളിക്കാനുള്ള ഫണ്ട് ഇതിനകത്ത് ഒപ്പിക്കാന്നുള്ള ഇതിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. പാലക്കാട് കുറച്ചുള്ളിലേക്ക് കയറിയാണ് ഞങ്ങളുടെ പണി സൈറ്റ് ഉള്ളത്. ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ചുള്ളിലേക്ക് നടന്നാലേ ഞങ്ങളുടെ പണി സൈറ്റിൽ എത്തുള്ളൂ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കണം. വെളിയിൽ റൂം എടുത്തിട്ട് ദിവസേന വന്നു പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് തന്നെ അവിടെ നിന്ന് 20 കിലോമീറ്റർ പോകണം. എന്നും രാവിലെ 20 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള മടി കൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ച് പിന്നെ ഞങ്ങളുടെ പണി സൈറ്റിൽ തന്നെ തങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പണി സൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അല്ലേ. ഒരു പടുകൂറ്റനൊരു തറവാടാണ് ഞങ്ങൾ വർക്കിന് വന്നിരിക്കുന്നത്. ഈ തറവാട്ടിൽ A to Z കാര്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. ഇത് പുതുക്കി പണിയാനാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഒരു നിഗമന പ്രകാരം 1 മാസമൊന്നും പോരാ, ഒരു 2 മാസം എന്തായാലും ഇത് തീർക്കാൻ വേണ്ടി എടുക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാനും എൻ്റെ കസിനും കൂടാതെ ചേട്ടൻ്റെ ഒരു 4 പണിക്കാരും കൂടി ഉണ്ട്. ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കും എൻ്റെ കസിനും കൂടിയാണ് തന്നിരിക്കുന്നത്. ആ ദിവസം ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് നോക്കിക്കണ്ട് ബാഗിങ് സ്ഥലങ്ങളെല്ലാം സ്പോട്ടിൽ വെച്ചതിന് ശേഷം വെളിയിലിറങ്ങി വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം മേടിച്ച് കടകളൊക്കെ ആയിരുന്നു കണ്ടുവെച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പണി തുടങ്ങി. ആ ദിവസം വർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. 2ാമത്തെ ദിവസവും കുഴപ്പമില്ലായിരുന്നു, വെക്കം ജോലികളെല്ലാം തീർന്നു. 3ാം ദിവസമായപ്പം കൂടെ പണിയുന്നൊരു ചേട്ടൻ്റെ കാലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ കാലിലേക്ക് ഉളി വീണൊന്ന് മുറിഞ്ഞു. അത്യാവശ്യം നല്ല ആഴത്തിലുള്ള മുറിവാണ്. പിന്നെ ചേട്ടനെ കൊണ്ട് ഞങ്ങൾ വേഗം ആശുപത്രി പോയി എല്ലാം സ്റ്റിച്ച് ചെയ്തു കെട്ടി തിരിച്ചു കൊണ്ടുവന്നു. അന്നത്തെ ദിവസം പണി പാതി വെച്ച് മുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോരുത്തർക്കായിട്ട് അപകടങ്ങൾ പറ്റാൻ തുടങ്ങി, പനി വരാൻ തുടങ്ങി, മറ്റസുഖങ്ങൾ വരാൻ തുടങ്ങി. എന്ത് ചെയ്താലും മുന്നോട്ട് പോകും തോറും അനർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് ഒരു 1-2 ദിവസത്തേക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, പണികളെല്ലാം നീങ്ങുന്നുണ്ടായിരുന്നു. അവിടെ പണി തുടങ്ങി ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് സംഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് നൈറ്റ് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ആ വീടിൻ്റെ ഓരോ മൂലയ്ക്ക് നിന്നും ആളുകൾ പിറുപിറുക്കുന്ന ശബ്ദം പോലെ ദുർഗന്ധം. നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാലും ദുസ്വപ്നങ്ങൾ, ഞെട്ടി എണീക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം രാത്രി എൻ്റെ കസിൻ ഒരു കോള് വന്നപ്പോൾ 1:30 ഇവൻ ഈ കോള് വിളിച്ചുകൊണ്ട് ഈ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. സംസാരിച്ചുകൊണ്ട് തന്നെ കറങ്ങി ഇവൻ വീടിൻ്റെ പുറകുവശത്ത് വന്നു നിന്ന് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനതാ ദൂരേക്ക് നോക്കുമ്പോഴേക്കും ദൂരെയായിട്ട് അവനൊരു ചെറിയൊരു ജാതിമരം കണ്ടു. നിലാവുള്ള സമയമാണ്ട് ജാതിമരം നല്ല വ്യക്തമായിട്ട് കാണാം. ഇവൻ ജാതിമരത്തിൻ്റെ കീഴേക്ക് നോക്കിയപ്പം അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ സ്ത്രീ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മുടി ഈരിക്കൊണ്ടിരിക്കുകയാണ്. മുഖം മൊത്തം മറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് മുഖം വ്യക്തമാകുന്നില്ല. പക്ഷേ ആ സ്ത്രീ അവിടെ നിന്ന് മുടി ചീകുന്നത് ഇവന് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. വിളിച്ചുകൊണ്ടിരുന്ന കോള് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇവൻ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. ഒരു നിലവിളി കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇവൻ മുറിയിലില്ല. ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതാ പുറകുവശത്ത് ഇവൻ ബോധം കെട്ടി കിടക്കുന്നു. ബോധം കെട്ടി കിടന്ന് ഇവനെ എടുത്തുകൊണ്ട് അകത്തെ കട്ടിലിൽ കൊണ്ടേ കിടത്തി ഉണർത്തി അവൻ്റെ ഒരു കാര്യം ചോദിച്ചപ്പം അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവൻ്റെ ചേട്ടനാണെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി ഒരു വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, നിൻ്റെ തോന്നലാവും,
രാത്രി സമയത്ത് നീ എന്തിനാ വെളിയിലേക്ക് ഇറങ്ങിയത്? മര്യാദയ്ക്ക് കേൾക്കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ പണിയുള്ളതാ എന്ന് പറഞ്ഞ് ഫുള്ളി ആ ഒരു സംഭവം അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കും ഇതേ അനുഭവം ഉണ്ടാവാൻ തുടങ്ങി. ഞായറാഴ്ച സാധനങ്ങൾ തീർന്നത് വാങ്ങുന്നതിനും പിന്നെ ഒരു സിനിമ കാണുന്നതിനും പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ടൗണിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം കസിനോട് പറഞ്ഞപ്പം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവനാകെ കിട്ടുന്ന ഒരു ഫ്രീ ടൈമാണ്. അപ്പോൾ ആ ദിവസം അവൻ്റെ കാമുകിയായിട്ട് സംസാരിക്കാൻ വേണ്ടി അവനവിടെ വീട്ടിൽ ഇരുന്നോളാന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, നീ അവിടെ ഇരുന്നോ, ഞങ്ങളെന്നാൽ പോയിട്ട് സാധനം മേടിച്ചത് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാനും ചേട്ടൻ്റെ പണിക്കാരുമായിട്ട് നേരെ ടൗണിലേക്ക് പോയി. ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സിനിമയും കണ്ടതിന് ശേഷം ഒരു സന്ധ്യയോടെ എടുക്കുന്ന സമയത്ത് ഒരു 7-7:30 ടൈമിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ തിരിച്ചു വരുമ്പം ഇവനെ അവിടെ കാണാനില്ല. വീട് മൊത്തം ഞങ്ങൾ മൊത്തത്തിൽ അരിച്ചു പെറുക്കി. ഇവൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. പക്ഷേ ഇവൻ്റെ സാധനങ്ങളെല്ലാം റൂമിനകത്തുണ്ട് താനും. പിന്നെ ഞങ്ങൾ ഇവനെ തപ്പി പറമ്പിക്കൂടെ നടന്നപ്പം ഈ പറമ്പിൻ്റെ ഏറ്റവും മൂലയ്ക്കുള്ള അതിരിൽ ഇവൻ ബോധം കെട്ടി കിടക്കണം. എന്നിട്ട് ഇവനെ ഞങ്ങളെല്ലാവരും കൂടി താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി എണീപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഇവൻ്റെ ഫോൺ വിളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയോടുകൂടി അവൻ കുളിച്ച് കയറി കിടന്നു. ഇവൻ ഉറക്കത്തിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് എണീക്കുന്നത്. ശബ്ദം കേട്ട് ഇവൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പം അതാ മുറ്റത്തൊരു സ്ത്രീ നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ പഴയകാല അന്തർജനങ്ങളെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ മുറ്റത്ത് നിൽക്കുന്നു. ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ സ്ത്രീ മറുപടി കൊടുക്കുന്നില്ല. മറുപടി കൊടുക്കാതെ തന്നെ അവൻ്റെ നേരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ പിന്നിലേക്ക് തിരിഞ്ഞ് പറമ്പിൻ്റെ ഒരു അതിര് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു. ഇവൻ പുറകെ തന്നെ ഇറങ്ങിച്ചെന്നു. ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവൻ ആ സ്ത്രീയെ പിന്തുടരാൻ തുടങ്ങി. അവളുടെ പുറകെ നടന്നു പോകുമ്പോൾ അവന് തോന്നി അവളുടെ കാലുകൾ നിലത്ത് പതിക്കുന്നില്ല എന്ന്. ആ സ്ത്രീ വായുവിലൂടെ ഒഴുകിയാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ഒരു കൽപ്രതിഷ്ഠയുടെ മുന്നിൽ ആ സ്ത്രീ നിന്നു. ആ സ്ത്രീ ഇവൻ്റെ നേർക്ക് തിരിഞ്ഞ് കൈ ആ കൽപ്രതിഷ്ഠയുടെ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വാസസ്ഥലം. നൂറ്റാണ്ടുകളായി ഈ തറവാട്ടിലെ സർവ്വ ഐശ്വര്യങ്ങൾ നൽകി കുടികൊണ്ടിരുന്നതെന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. ഇതിൻ്റെ ഫലം ഈ തറവാട്ടിൽ വസിക്കുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കാതെ പോകില്ല. ഇവൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. അതിനുശേഷമാണ് ആ സത്യം ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ തറവാട് വർക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യത്തെപ്പറ്റി ചേട്ടനറിയാമായിരുന്നു. കാരണം ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല റേറ്റിന് തന്നെയാണ് ഇവിടെ വർക്ക് കിട്ടിയത്. മുൻപ് ഇവിടെ വർക്കിന് വന്ന തച്ചന്മാരുൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടുന്ന് ഭയന്നോടുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്ന് പെട്ടിരിക്കുന്ന ഒരു മഹാ കെണിയിലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. കുറച്ച് ലാഭം പ്രതീക്ഷിച്ച് വലിയൊരു കെണിയിൽ കൊണ്ടുപോയി അകപ്പെടുത്തിയിരിക്കുകയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ചേട്ടനും ഭയന്നു. ഇനി നമുക്കിവിടെ വർക്ക് വേണ്ട, നാളെ രാവിലെ ആദ്യത്തെ ബസ്സിന് തന്നെ നമുക്ക് നാട്ടിലേക്ക് പോയേക്കാം എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് ആശ്വാസമായി. രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വൈശാഖിന് നല്ല രീതിയിൽ പനിക്കുവാൻ തുടങ്ങി. ഇവൻ പനിച്ചു കിടന്ന ഇവൻ പിച്ചും പേയും പറയുന്നു. അവനെ പിടിച്ചിട്ട് അവനൊരു ബോധവുമില്ല. അവനവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവൻ പുലമ്പൊന്ത് എന്നാന്ന് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ചേട്ടൻ്റെ വായിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തറവാട്ടിൽ ഉണ്ടായിരുന്ന കാരണവർ ബ്രഹ്മരക്ഷസിനാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ സത്വം ഇവർക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നു. കാലക്രമേണ അവരുടെ പിൻതലമുറക്കാർ ഈ ബ്രഹ്മരക്ഷസിനെ പൂജിക്കാതെയും വഴിപാട് നടത്താതെയും കൈവിട്ടു. അതിൻ്റെ ഫലമാണ് ഈ തറവാട് ക്ഷയിക്കാനുണ്ടായ കാരണം. അതിൻ്റെ ശക്തി
ഈ തറവാടും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു പണിക്കാരും ഈ തറവാട് പണിയുവാൻ വേണ്ടി വരായുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പണം കൊടുത്ത് നമ്മളെ ഇങ്ങോട്ട് വരുത്തിച്ചത്. പേൻ തന്നെ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ പകുതി ജീവനില്ലാണ്ടായി. അപ്പോഴും വൈശാഖ പുതുവിൽ ഇരിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദത്തോടെ ഞാൻ ഞെട്ടി നോക്കുമ്പോൾ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിൽ 12 അലാറം അടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും മാറുവാൻ തുടങ്ങി. ചുറ്റുമുള്ള മരങ്ങൾ ഭയാനകമാകും വിധം ആടി ഉലയുവാൻ തുടങ്ങി. ഇടനാഴിയിലൂടെ തെന്നിമാറുന്ന ഒരു സ്ത്രീ രൂപം. പറമ്പിൻ്റെ ഓരോ അതിരിൽ നിന്നും പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കേൾക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും നന്നേ ഭയന്നിരുന്നു. വിശ്വാസമില്ലാത്ത ആളുകൾ വരെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ ഞങ്ങൾ ഒരു കട്ടിലിൽ കഴിച്ചുകൂട്ടി. അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ചുറ്റും ആരൊക്കെയോ നടക്കുന്നത് പോലെ വീടിന് ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൂരെ നിന്നും ഏതോ നായ്ക്കൾ ഓലിയിടുന്ന ശബ്ദം, വീടിൻ്റെ മേൽക്കൂരയിലൂടെ ആരോ നടക്കുന്നതുമായുള്ള കാലച്ചകൾ ഞങ്ങളെ നല്ല രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്നു. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങളെ രാത്രി എങ്ങനെയൊക്കെയോ അതിജീവിച്ചു. നേരം പുലർന്നയോടെ ആദ്യത്തെ ബസ്സിൽ തന്നെ ഞങ്ങളവിടെ സ്ഥലം വിട്ടു. വൈശാഖിന് ആ ഷോക്കിൽ നിന്നും വിട്ടുമാറാൻ 1-2 മാസമെടുത്തു. പൂജയും വഴിപാടുമായി കുറേ കാശ് ആ വഴിയും പോയി. അങ്ങനെ ഒരു 5 മാസം കഴിഞ്ഞാണ് അവൻ പഴയ രീതിയിൽ സംസാരിക്കാനും ചുറുചുറുക്കോടെ പെരുമാറാനും തുടങ്ങിയത്. എന്നിരുന്നാലും അവിടെ ഉണ്ടായ അനുഭവത്തിൻ്റെ ചില അനന്തരഫലങ്ങൾ ഇപ്പോഴും ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്.